സർക്കാരിനെതിരെ സമരം ചെയ്യാനുള്ള ഒരു വിഷയം തപ്പി നടക്കുകയായിരുന്നു പ്രതിപക്ഷം. കൊണ്ടുവന്ന എല്ലാ പ്രധാനപ്പെട്ട സമരങ്ങളുടെയും മുനയിടിഞ്ഞു പോകുന്നതാണ് കണ്ടത്. രണ്ടാം ടേം 10 വർഷം ഈ സർക്കാർ പൂർത്തിയാക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിലോ രണ്ടാം പിണറായി സർക്കാരിലോ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഏതെങ്കിലും കോടതി സമക്ഷം തെളിയിക്കാൻ ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അന്വേഷണ ഏജൻസി പോകട്ടെ, കോടതിയുടെ മുൻപിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ, വിജിലൻസിൻ്റെ മുന്നിൽ, ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും ഒരു അഴിമതി ചെയ്തു, ഒരു കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. എത്രയെത്ര കേസുകൾ നമ്മൾ കണ്ടു. നോക്കൂ, ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതാണ്. അർത്ഥസത്യങ്ങളെ പൂർണ്ണ അസത്യങ്ങളാക്കി മാറ്റുകയും പൂർണ്ണ സത്യങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ചെപ്പിടി വിദ്യ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് CMRL എക്സാലോജിക്ക് പണമിടപാടുമായി ബന്ധപ്പെട്ട കേസ്. ഇന്ന് ആ കേസിൻ്റെ അവസ്ഥ എന്താണ്? ആ കേസിൽ SFIO അന്വേഷണം നടക്കുകയാണ് ഒരു പരിധിയിൽ. എത്ര നാളായി അന്വേഷണം തുടങ്ങിയിട്ട് എന്നുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കണം. ഇതിലെ ED അന്വേഷണത്തിൻ്റെ വരവ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള മാത്യു കുൽനാടൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഹർജികൾ, അത് ആദ്യം വിജിലൻസ് കോടതി തള്ളി, പിന്നീട് ഹൈക്കോടതി തള്ളി, അതിനുശേഷം സുപ്രീം കോടതിയും തള്ളി. അതും ഇല്ലാതെ പോയി. ചെമ്പിൽ സ്വർണം കടത്തിയ വാർത്ത നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എങ്ങും എത്താതെ പോയി.